ഫ്രണ്ട്സ്, ടുഡേസ് ടോപ്പിക് നമ്മുടെ ഭരണഘടന. 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 10ാമത്തെ അധ്യായമാണ് നമ്മുടെ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജനുവരി 26. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. ഭരണഘടനയുടെ പ്രഖ്യാപനമനുസരിച്ച് ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ പ്രസിഡന്റാണ്. ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന അധികാര പ്രമാണമാണ് ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ. രാഷ്ട്രത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്ന്. ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടത്തുന്നതിൻ്റെ അടിസ്ഥാനം ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിനെടുത്ത സമയം 2 വർഷവും 11 മാസവും 17 ദിവസവും. ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം ആമുഖ അഥവാ പ്രിയാമ്പിൾ, 395 അനുച്ഛേദങ്ങൾ അഥവാ ആർട്ടിക്കിൾസ്, 12 പട്ടികകൾ അഥവാ ഷെഡ്യൂൾസ്, 22 ഭാഗങ്ങൾ അഥവാ പാർട്സ്, 104 ഭേദഗതികൾ അഥവാ അമെൻമെൻറ്റ്സ്. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ സമ്മേളനം നടന്ന വർഷം 1946 ഡിസംബർ 9. താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച വർഷം 1949 നവംബർ 26. ഭരണഘടനാ ദിനം നവംബർ 26. ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയ വർഷം 1950 ജനുവരി 26. ആമുഖ അഥവാ പ്രിയാമ്പിൾ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിലാണ്. ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖം. ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങൾ പരമാധികാരം, സ്ഥിതിസമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങൾ പരമാധികാരം, സ്ഥിതിസമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. ആമുഖത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതും പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പു നൽകേണ്ടതുമായ ലക്ഷ്യങ്ങളാണ് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആമുഖത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതും പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പു നൽകേണ്ടതുമായ ലക്ഷ്യങ്ങൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. എഴുതപ്പെട്ട ഭരണഘടന, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. എഴുതപ്പെട്ട ഭരണഘടന, പാർലമെൻ്ററി ഭരണ സമ്പ്രദായം, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ജനങ്ങൾ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ സഭ അറിയപ്പെടുന്നത് ജനപ്രതിനിധി സഭ. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനം പാർലമെൻ്ററി ഭരണ സമ്പ്രദായം. ഇന്ത്യയിൽ പാർലമെൻ്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭയാണ് പാർലമെൻറ്റ്. ഇന്ത്യയിൽ പാർലമെൻ്ററി ഭരണ സമ്പ്രദായ പ്രകാരം സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭയാണ് സംസ്ഥാന നിയമസഭ. ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണം അമേരിക്കൻ ഐക്യനാടുകൾ, ഫ്രാൻസ്. മൗലിക അവകാശങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികസനത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. മൗലികാവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വമുള്ളത് ഗവൺമെൻറ്റിന്. മൗലികാവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വമുള്ളത് ഗവൺമെൻറ്റിനാണ്.
മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് സമീപിക്കാവുന്ന കോടതികളാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21A. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 21A. വിദ്യാഭ്യാസ അവകാശ നിയമം നിറവേറ്റുന്നതിനുള്ള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ. മൗലിക കർത്തവ്യങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങൾ. ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നു. നിർദ്ദേശക തത്വങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഭരണഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന നിർദ്ദേശക തത്വങ്ങളാണ് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യവേതനം, രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പ്രകൃതി സംരക്ഷിക്കുക, ദേശീയ പ്രാധാന്യമുള്ളതും ചരിത്രപരമായ മൂല്യമുള്ളതുമായ എല്ലാ സ്മാരകങ്ങളെയും സംരക്ഷിക്കുക, സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതവുമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. നിർദ്ദേശ തത്വങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ലഹരി പദാർത്ഥങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പ്രസ്താവിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഏകീകൃത സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്നു. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നു. നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഭക്ഷ്യസുരക്ഷാ ബിൽ പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2013. ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ലക്ഷ്യം ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭക്ഷ്യ ലഭ്യത ഉറപ്പുവരുത്തുക എന്നതാണ്. കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണരീതിയാണ് സംയുക്ത ഭരണ വ്യവസ്ഥ, ഫെഡറൽ സിസ്റ്റം. എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിലനിൽക്കുന്ന ഭരണരീതി ഏകായത്ത ഭരണ വ്യവസ്ഥ, യൂണിറ്ററി സിസ്റ്റം. ലോകത്തിൽ കാണപ്പെടുന്ന 2 തരത്തിലുള്ള ഭരണഘടനകളാണ് എഴുതപ്പെട്ട ഭരണഘടനയും എഴുതപ്പെടാത്ത ഭരണഘടനയും. എഴുതപ്പെടാത്ത ഭരണഘടന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ. എഴുതപ്പെടാത്ത ഭരണഘടനയുടെ പ്രത്യേകതകൾ ഭരണഘടനാപരമായ നിയമങ്ങൾ, ചട്ടങ്ങൾ മുതലായവ, രാജശാസനങ്ങൾ, കോടതി വിധികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നീ രൂപങ്ങളിൽ നിലനിൽക്കുന്നു. എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനമാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതലകൾ: കുറ്റവാളികളെ ശിക്ഷിക്കൽ, നിയമസംരക്ഷണം ഉറപ്പുവരുത്തൽ. ഭരണകൂടത്തിൻ്റെ മറ്റ് 2 വിഭാഗങ്ങളായ നിയമനിർമ്മാണ സഭയുടെയും ലെജിസ്ലേറ്റർ, കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയും എക്സിക്യൂട്ടീവ് സ്വാധീനത്തിൽ നിന്ന് നീതിന്യായ വിഭാഗം ജുഡീഷ്യറി സ്വതന്ത്രമാണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. ജില്ലാ തലത്തിലുണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്ന കോടതിയാണ് ജില്ലാ കോടതി. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി മുനിസിഫ് കോടതിയാണ്. ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട താഴ്ന്ന കോടതി മജിസ്ട്രേറ്റ് കോടതിയാണ്. ഭരണഘടനയുടെ കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലുകളും അറിയപ്പെടുന്നത് ഭരണഘടനാ ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്. വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 2002 86 ഭേദഗതി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി 44 ഭേദഗതി 1978.
ഇത്രയും പോയിൻറ്റ്സാണ് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 10ാം അധ്യായം നമ്മുടെ ഭരണഘടന എന്ന ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.